വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ കാഴ്ചയിലേക്കാണ്. അതൊരു പഴയ അരി ഗോഡൌണാണ്. പക്ഷേ ആ കെട്ടിടത്തിന്റെ തനിമ അതുപോലെ നിലനിർത്തി പുരാവസ്തുക്കളുടെ ശേഖരമാക്കി മാറ്റിയിരിക്കുകയാണ് ആ കെട്ടിടത്തിനെ. കോഴിക്കോടേക്കാണ് യാത്ര. ഗുജറാത്തി സ്ട്രീറ്റിലെ ഗുദാം ആർട്ട് ഗാലറിയിലാണ് ഈ പുരാവസ്തു ശേഖരമുള്ളത്. ഗുജറാത്തി സ്ട്രീറ്റിലെ പ്രധാന ആകർഷണമാണ് ഇപ്പോൾ ഈ ആർട്ട് ഗാലറി. നിരവധി പേർ അങ്ങോട്ടേക്ക് കാഴ്ചകൾ കാണാൻ എത്തുന്നുണ്ട്. കോഴിക്കോട് നിന്നും മിഥില ബാലനാണ് ആർട്ട് ഗാലറിയെ നമുക്ക് പരിചയപ്പെടുന്നത്. കാണാം. കോഴിക്കോട് നഗരത്തിൽ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ചെറിയ ഇടങ്ങൾ പോലും ഇത്തരം കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. അത്തരത്തിൽ കൗതുകം നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്തേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത്. കണ്ടാൽ പഴയ ഒരു കെട്ടിടം. അതെ, പഴയതു തന്നെയാണ്. 160 വർഷം പഴക്കമുണ്ട് ഈ കെട്ടിടത്തിന്. ഇതിനുള്ളിലാണ് നേരത്തെ പറഞ്ഞ കാഴ്ചകളുള്ളത്. 9 വർഷമായി ഗുജറാത്തി സ്ട്രീറ്റിൽ ഗുദാം ആർട്ട് ഗാലറി പ്രവർത്തിക്കുന്നു. ഒരാളുടെ പുരാവസ്തു ശേഖരമാണിത് മുഴുവൻ. 2015 മുതൽ തുടങ്ങിയതാണ് ബഡേക്കണ്ടി ബഷീർ ഇങ്ങനെ ശേഖരിക്കാൻ. 36 രാജ്യങ്ങൾ സന്ദർശിച്ചു. കിട്ടാവുന്നിടങ്ങളിൽ നിന്നെല്ലാം പുരാവസ്തുക്കൾ ശേഖരിച്ചു കൂട്ടി. ഞാൻ ഒരു കളക്ടറാണ്. അതായത് 1982 മുതൽ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ കളക്ഷനിലായിട്ട് വീട്ടിലേക്ക് വേണ്ടി വാങ്ങാൻ തുടങ്ങിയതായിരുന്നു. പക്ഷേ അന്നേരമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഒരു ആൻറ്റീക്ക് വിൻറ്റേജ് സ്റ്റൈലിലുള്ള സാധനങ്ങളും പഴയ സാധനങ്ങളായിരുന്നു പ്രിഫർ ചെയ്യാറ്. 36 രാജ്യങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അവിടെയുള്ള ഫ്ലീ ബസാറിൽ, അവിടെയുള്ള സൺഡേ മാർക്കറ്റ്, ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് പഴയ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ ഒരുപാട് സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയപ്പോഴും എവിടെയൊക്കെ ഞാൻ ട്രാവൽ ചെയ്യാറുണ്ട് അവിടെയൊക്കെ ഈ ഫ്ലീ ബസാറിലും സൺഡേ മാർക്കറ്റിലും ഫ്രൈഡേ മാർക്കറ്റിലെല്ലാം പോകും. ഗുദാം ആർട്ട് കഫേയിലെ ഓരോ കാഴ്ചകളും കൗതുകം നിറഞ്ഞതാണ്. പഴമയിലേക്കുള്ള തിരിച്ചുപോക്ക്. പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ ഓരോന്നും പുതിയ അനുഭവങ്ങളാണ്. തൂങ്ങിയാടുന്ന ഭംഗിയുള്ള ലൈറ്റുകൾ, ക്യാമറ ശേഖരം, ഗ്രാമഫോണുകൾ പലതരം, പഴയകാലത്തെ വീട്ടുപകരണങ്ങൾ. ഓരോ മുറിയിലും ഇങ്ങനെ കൗതുകമാർന്ന കാഴ്ചകൾ നിരവധി. പതിനെട്ട് വർഷം പ്രവാസിയായിരുന്നു. അതുകൊണ്ടുതന്നെ അറേബ്യൻ രാജ്യങ്ങളിലെ വസ്തുക്കളാണ് അധികവും. ബഷീർ ക ഏറെക്കാലം ചെലവിട്ടത് ദുബായിലായിരുന്നു. 18 വർഷത്തോളം അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ ഈ അറബ് രാജ്യങ്ങളിലുണ്ട്. ഈ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കളെല്ലാം തന്നെ ഇവിടെ എത്താറുണ്ട്. ആ സമയത്ത് അവർക്ക് ഇരിക്കാനായി ആ അറബ് രാജ്യങ്ങളിലേതുപോലുള്ള സ്വീകരണ മുറിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു മുറി നിറയെ സ്റ്റാമ്പ്, കോയിൻ, കറൻസി ശേഖരമാണ്. വൈവിധ്യങ്ങളായ നല്ല ഭംഗിയുള്ള ചില്ലുകുപ്പികളും ധാരാളം. ഇതെല്ലാം കാണാനെത്തുന്നവർക്ക് സൗജന്യമായി കണ്ടുപോകാം. ഇന്ന് പ്രധാന ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഗുദാം ആർട്ട് ഗാലറി. പക്ഷേ ഫോട്ടോഗ്രാഫിക്കൊക്കെ ചെറിയൊരു തുക വാങ്ങുന്നുണ്ട്. പൈസ വാങ്ങിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എൻ്റെ ഒരു പാഷനിലുള്ള എൻ്റെ റിട്ടയർഡ് ലൈഫിൽ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് അതിന്ന് ഈ സന്തോഷം കിട്ടുന്ന, പൈസ വന്നാലും സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പോൾ ഒരു പൈസ ഇല്ലാണ്ട് തന്നെ കുറച്ച് സന്തോഷം കിട്ടുന്നുണ്ട്. ബട്ട് അത് അങ്ങനെ ഞാൻ പറയുന്നതോടൊപ്പം ഇപ്പം ഞാൻ അതിനെ കുറച്ചും കൂടിയും ഒരു കമേഴ്ഷ്യൽ വയബിളായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട്.
പിന്നെ ഇവിടെ നിന്ന് കുട്ടികളൊക്കെ ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നവർ അവർ ഒരു നോമിനൽ ചാർജസ് വാങ്ങിക്കാറുണ്ട്. ഇത് പരിപാലിച്ചു പോകാൻ 10 ജീവനക്കാരുണ്ട്. കോഴിക്കോട് വരുന്നവർ, കോഴിക്കോട് ബീച്ചിൽ വരുന്നവർ, ഗുജറാത്തി സ്ട്രീറ്റിലെത്തുന്നവർ ഒരിക്കലെങ്കിലും ഈ ഗുദാം ആർട്ട് ഗാലറിയിൽ വരണം. ഇവിടുത്തെ കാഴ്ചകൾ കാണണം. ഇവിടെ നിങ്ങൾ ചെലവിടുന്ന സമയം ഒരിക്കലും പാഴാകില്ല. രാജേഷ് വെള്ളരിക്കുണ്ടിനും പ്രജ്വൽ സുരേഷിനും സുമേഷിനുമൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.